വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം നടന്നു. പൂർത്തിയായ 51 വീടുകളാണ് ദുരന്ത ബാധിതർക്ക് ഇന്ന് കൈമാറിയത്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് വീടുകളുടെ താക്കോൽ കൈമാറിയത്. മുഖ്യ അതിഥിയായി കോൺഗ്രസ് നേതാവും എംപിയുമായ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തു. മുസ്ലിം ലീഗ് ദുരന്തബാധിതർക്കായി 105 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 51 വീടുകളുടെ താക്കോൽദാന ചടങ്ങാണ് നടന്നത്. വികാരനിർഭരമായ ചടങ്ങിൽ മുഖ്യാതിഥിയായ MP പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറിയത്. മുസ്ലിം ലീഗിന്റെ ദേശീയ സംസ്ഥാനതല നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദുരന്ത സമയത്തെ പ്രവർത്തനത്തിന് വൈറ്റ് ഗാർഡിനെ അഭിനന്ദിച്ച പ്രിയങ്ക ഗാന്ധി വീടുകളുടെ പ്രവൃത്തി പെട്ടെന്ന് പൂർത്തീകരിച്ചതിന് മുസ്ലിം ലീഗിനെയും അഭിനന്ദിച്ചു. Sadiq Ali Tangal ji and Shri Kunyali Kutti ji, each one of you stood firm for your ideology of secularism, of dedication, devotion to service and of unity for this country. Every person you helped people across religions, you helped the old, you helped the young, you helped women, you helped men, you helped children who had lost everything. And I think that the work you did was exemplary. വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്ത് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് പ്രദേശത്ത് 11.5 ഏക്കർ സ്ഥലത്താണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായത്. 8 സെന്റ് വിസ്തീർണത്തിൽ 1060 ചതുരശ്ര അടിയിലായി 3 ബെഡ്റൂമുകൾ, 2 കുളിമുറികൾ, അടുക്കള, ഡ്രോയിങ് ഹാൾ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഓരോ വീടും. വീടുകളിലേക്കുള്ള അത്യാവശ്യ ഫർണിച്ചറുകളും നൽകിയിട്ടുണ്ട്. രണ്ടാം ഘട്ട വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചതായും മെയ് 30-നകം നിർമ്മാണം പൂർത്തിയാകുമെന്നും ലീഗ് നേതൃത്വം അറിയിച്ചു. നിലവിലുള്ള പദ്ധതി സ്ഥലത്തിനോട് ചേർന്നാണ് പുതിയ വീടുകളും നിർമ്മിക്കുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, വയനാട്.